സഹോദരന്മാരെ, ശരിയായ അളവിൽ നമുക്ക് പാരത്രികമായ ലോകത്ത് അവിടെ രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ അമലല്ലാതെ നമ്മെ രക്ഷപ്പെടുത്തൂല. ആരും അവിടെ നമുക്ക് തുണയായിട്ട് വരാനില്ല. മാത്രമല്ല, പരലോകത്തിന്റെ മറ്റൊരു പ്രത്യേകത, നമ്മളിവിടെ എന്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതൊരാളും അറിഞ്ഞില്ലെന്ന് വിചാരിച്ച് സങ്കടപ്പെടണ്ട. അതൊക്കെ അറിയുന്ന നാഥന്റെ കോടതിയിൽ വരുമ്പോ അണുത്തൂക്കം നിങ്ങൾ അർഹതപ്പെട്ടതുണ്ടെങ്കിൽ റബ്ബ് അവിടെ തരാതിരിക്കൂല. അണുത്തൂക്കം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവിടെ കാണാതെ പോകൂല. കൃത്യമായി അതിനവിടെ സംവിധാനങ്ങളുണ്ട്. ഇവിടെ ഇതാ തിന്മ ചെയ്ത ആളുകളെ പിടിക്കപ്പെട്ടാൽ പോലും കൃത്യമായ തുല്യനീതിയോടുകൂടെ ശിക്ഷ വിധിക്കാൻ എന്താ ഇവിടെ സംവിധാനമുള്ളത്? നന്മ ചെയ്തവർക്ക് തക്കതായ കൂലി ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടോ? തിന്മ ചെയ്ത തെമ്മാടികൾക്ക് തക്കതായ നിലക്കുള്ള ശിക്ഷ ഇവിടുന്ന് കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. അതിനാ പരലോകം. സ്വർഗമതിനാണ്, നരകമതിനാണ്. സ്വർഗത്തിന്റെ ആവശ്യകത അതാണ്, നരകത്തിന്റെ അനിവാര്യത അതാണ്. സ്വർഗത്തിൽ എന്തിനാ റബ്ബ് പല ദറജകൾ നിശ്ചയിച്ചത്? സ്വർഗത്തിന് ഒരേ സുഖസൗകര്യങ്ങളല്ല, പലവിധത്തിലുള്ള തട്ടുകളാണ്. പ്രത്യേകമായ രൂപത്തിലുള്ള സുഖസൗകര്യങ്ങളുടെ വ്യത്യസ്തങ്ങളായ തട്ടുകളാണ് സ്വർഗങ്ങൾ. അമ്പിയാക്കളുള്ളയിടത്ത് അതിൽ താഴെയുള്ളവരില്ല, അവരുടെ സ്ഥാനത്ത് അതിൽ താഴെയുള്ളവരില്ല. ത്യാഗവും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ സഹിച്ചവർക്ക് കിട്ടേണ്ട നിലക്കുള്ള പൂർണ്ണമായ സുഖങ്ങളും സൗകര്യങ്ങളും വ്യത്യസ്തങ്ങളായ നിലയ്ക്ക് തന്നെ കിട്ടുന്ന സംവിധാനത്തിന് വേണ്ടി സ്വർഗം പല തട്ടുകളായി തിരിച്ചിട്ടുണ്ടെങ്കിൽ നരകവും അങ്ങനെ തന്നെയാണ്. നരകത്തിലും ഇവിടെ ശിക്ഷ ഓരോരുത്തർക്ക് വേണ്ട രൂപത്തിൽ അവിടെ റെഡിയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നരകത്തിൽ എറിയപ്പെടുന്ന ആളുകൾ തന്നെയും അതേ അവരുടെ തന്നെ ശരീരം അവരുടേതായ നിര്യാണി വരെ തീയിൽ മൂടുന്ന ആളുകളുണ്ട്. അതേറ്റവും ചുരുങ്ങിയ ശിക്ഷയാണ്, ഏറ്റവും ലളിതമായ ശിക്ഷയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അവന്റെ കാൽമുട്ടുവരെ നരകത്തിയിൽ മുങ്ങി നിൽപ്പുള്ളവരുണ്ട്, അരവരെ നരകാഗ്നി നക്കി തുടക്കുന്നവരുണ്ട്, കഴുത്ത് വരെ മൂടുന്നവരുണ്ട്. നരകത്തിനും വ്യത്യസ്തങ്ങളായ തട്ടുകളും ശിക്ഷാരീതികളും നിശ്ചയിച്ചിട്ടുള്ളത് അവിടെ കൃത്യമായ നിലയ്ക്ക് ഇവിടെ നമ്മൾ ഓരോരുത്തരും ചെയ്തതിന്റെ കൃത്യമായ അളവിൽ അവിടെ ശിക്ഷയും കിട്ടാൻ വേണ്ടി തന്നെയാണ്. ഇതൊക്കെ റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ള ഒരു ലോകം ആവശ്യമാണെന്ന് ബുദ്ധിയുള്ള ആരും സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇങ്ങനെ ഒരു ലോകമുണ്ടെന്ന് ചെറുപ്പത്തിൽ മദ്രസയിൽ വെച്ച് ഈമാൻ കാര്യങ്ങൾ 6 കാര്യങ്ങൾ പഠിച്ചപ്പോൾ അഞ്ചാമതായി പരലോകത്തിലുള്ള വിശ്വാസം എന്നൊക്കെ പറഞ്ഞു എന്നതല്ലാതെ അത് നമ്മുടെ മനസ്സിലങ്ങ് കടന്നു ചെന്നിട്ടുണ്ടോ ഉപ്പമാരെ? അത് നമ്മുടെ മനസ്സിലേക്ക് അങ്ങ് ദൃഢമായി തുളച്ചു കയറിയിട്ടുണ്ടോ ഉമ്മമാരെ? ചിന്തിക്ക്. അല്ലാഹ് എന്താ പറയുന്നത്? ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ജനങ്ങൾക്കിതാ അവരുടെ ഹിസാബിന്റെ ദിവസം വളരെ അടുത്തെത്തിക്കഴിഞ്ഞു. ഹിസാബ് പരലോകത്ത് വരാനുള്ള മരണാനന്തരം നമ്മൾ അനുഭവിക്കേണ്ടുന്ന വിചാരണയുടെ ദിവസം ഇതാ വളരെ അടുത്തെത്തിക്കഴിഞ്ഞു. പക്ഷേ ജനങ്ങളതാ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഗഫ്ലത്തിലായി കഴിയുകയാണ്, അശ്രദ്ധയിലായി കഴിയുകയാണ്. താൽക്കാലികമായ സുഖത്തിന് നമ്മൾ ഇതൊക്കെ അറിഞ്ഞിട്ടും പ്രാധാന്യം നൽകുകയാണ്. ദുനിയാവിന് വേണ്ടി മാത്രം ചിന്തിക്കുകയാണ്, എല്ലാം മറന്നുകൊണ്ട് ജീവിക്കുകയാണ്. പണത്തിന് വേണ്ടി എന്തും ചെയ്യുകയാണ്, പണം കൊണ്ട് അമ്മാനമാടുകയാണ്, പണം കൊണ്ട് എന്തും വെട്ടിപ്പിടിക്കുകയാണ്. ദുനിയാവ് മാത്രമാണ് ചിന്തിക്കുന്നത്. ആഖിറത്തെക്കുറിച്ച് കേട്ടുകേൾവികളാ ഉള്ളത്, ശരിക്കും വിശ്വാസം കടന്നു ചെന്നിട്ടില്ല. അതല്ലേ വിശുദ്ധ ഖുർആൻ പറയുന്നത്? ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. തിരഞ്ഞെടുക്കുന്നത് അടുത്ത ജീവിതത്തെയാണ്. അവര് തെരഞ്ഞെടുക്കുന്നത്, നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത് ഐഹിക ജീവിതത്തെ എത്ര തെരഞ്ഞെടുക്കുന്നത്? ഏത് സ്ഥിതിയിലാണ് നമ്മൾ ഈ ദുനിയാവിന് പ്രാധാന്യം കൊടുക്കുന്നത്? ആഖിറമാണ് ഉത്തമമായ ലോകമെന്നറിഞ്ഞിട്ടും ദുനിയാവ് ശാശ്വതമല്ല. ഇവിടെ 10, 60, 70 കൊല്ലം അല്ലെങ്കിൽ അതിന്റെയും എത്രയോ താഴെയുള്ള കൊല്ലം ജീവിച്ചിവിടെ നിന്ന് മടങ്ങിപ്പോകേണ്ടവരാണെന്ന ബോധമില്ലാതെ
ശാശ്വതമായ ലോകം മരണാനന്തരം മടങ്ങിച്ചെല്ലാനുള്ള ലോകമാണെന്ന ബോധമില്ലാതെ ഈ ദുന്യാവിന് വേണ്ടി മാത്രം ജീവിക്കുകയാണല്ലോ ആളുകൾ എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ, തൊട്ടടുത്ത് തന്നെ നമ്മുടെ കൂടെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന മരണപ്പറ്റി ചിന്തയില്ലാതെ നടക്കുമ്പോ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പോലും പറഞ്ഞില്ലേ, കുല്ലും ബിഇൻ മുസബ്ബഹുൻ ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശറാകീന അഹ്ലിഹി. ഓരോ മനുഷ്യനും അതാ അവനിങ്ങനെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നു, പ്രഭാതത്തിൽ അവൻ കഴിയുന്നു. പക്ഷേ അപ്പോഴും അവന്റെ കുടുംബത്തിൽ അവനിങ്ങനെ കഴിയുമ്പോഴും, നാട്ടിലൂടെ നടക്കുമ്പോഴും, തൊഴിൽ ചെയ്യുമ്പോഴും, റോട്ടിലിറങ്ങുമ്പോഴും, വീട്ടിലാകുമ്പോഴും, ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഏർപ്പെടുമ്പോഴുമൊക്കെ മനുഷ്യൻ ചിന്തിക്കുന്നില്ലല്ലോ, വൽ മൗതു അദ്നാ, മരണം എത്ര അടുത്താ ഉമ്മമാരെ, മരണം എത്ര അടുത്താണ് ഉപ്പമാരെ നമ്മുടെ. മിൻ ശറാകിന അലിഹി, അവൻ അണിഞ്ഞിട്ടുള്ള, അവന്റെ കാലിൽ ധരിച്ചിട്ടുള്ള ചെരുപ്പിന്റെ വാറിനേക്കാൾ, മനുഷ്യന്റെ ബോഡിയോട് ഒട്ടി നിൽക്കുന്ന അവന്റേതായ ചെരുപ്പിന്റെ വാറിനേക്കാളും മരണം തൊട്ട് മുട്ടി നിൽക്കുമ്പോഴും അതിനെക്കുറിച്ച് ചിന്തയില്ലാതെയല്ലേ മനുഷ്യൻ ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ നമ്മൾ കാണുന്നില്ലേ, രോഗികളായ എത്രയോ ആളുകൾ കൊല്ലങ്ങളോളമായി ഹോസ്പിറ്റലുകളിലും ICUവിലും വീടുകളിലുമൊക്കെ ബോധമില്ലാതെ കിടക്കുകയാണ്. അവരിപ്പോഴും മരിച്ചിട്ടില്ല. അതേ അവസരത്തിൽ അതാ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ മരണത്തിന് കീഴടങ്ങിപ്പോകുന്നു. ഒരു രോഗവും അവർക്കുണ്ടായിരുന്നില്ല. അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മെ ഇരുത്തി ചിന്തിക്കേണ്ടത്, നമ്മെ ചിന്തിപ്പിക്കേണ്ട യാഥാർത്ഥ്യമല്ലേ. എത്ര രോഗികളാണ് ഒരുപാട് കാലം ആ ബെഡിൽ കിടന്ന് നരകിക്കുന്ന ജീവിതം എന്ന് പറയാവുന്ന നിലക്ക് അവരെ കാലം കഴിച്ചു കൂട്ടി. അവരെ പരിചരിക്കുന്ന ആളുകൾക്ക് പോലും തോന്നിപ്പോയി ഇതെപ്പോഴായി നടക്കുക. അങ്ങനെ ഖിദ്മത്ത് ചെയ്തിരുന്നവരും ശുശ്രൂഷിച്ചവർക്ക് പോലും ഭാരം തോന്നുന്ന, അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ, അങ്ങനത്തെ ഒരു ഘട്ടത്തിലെത്തിയിട്ടും മരിക്കാതെ കിടക്കുന്ന എത്രയോ ആളുകൾ ലോകത്തുണ്ട്. അതേ അവസരത്തിൽ അതാ നല്ല നല്ല ചെറുപ്പക്കാര്, എത്രയെത്ര ചെറുപ്പക്കാരാണ്. നമ്മൾ ചിന്തിച്ചു നോക്കൂ. പ്രഭാതമാകുന്നു, പ്രദോഷമാകുന്നു, നമ്മൾ കളിയിലാണ്, ചിരിയിലാണ്, നമ്മൾ ഫേസ്ബുക്കിലാണ്, വാട്സപ്പിലാണ്, നമ്മുടേതായ വിനോദങ്ങളിലാണ്. അതേ പാട്ടിലും കൂത്തിലും നൃത്തത്തിലും ആട്ടത്തിലും രമിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ കുറിച്ച് ചിന്തയില്ലാതെ ജീവിക്കുമ്പോൾ അവനൊന്ന് ചിന്തിച്ചോ, ഒരല്പനേരം ഇതൊക്കെ ഒന്ന് അടക്കി വെച്ചിട്ട് സ്വന്തത്തോടൊന്ന് പറഞ്ഞു പോയോ, വഖദ് നുസിജത് അക്ഫാനുഹു, തന്നെ പൊതിയാനുള്ള കഫൻ പുടവ അടുത്ത ടെക്സ്റ്റൈൽസിൽ തുണി ഷോപ്പിൽ എപ്പോഴോ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ആ വെള്ള പുതപ്പിക്കാനുള്ള വെള്ളത്തുണി അതെവിടെയോ എത്തിക്കഴിഞ്ഞു, അത് തുന്നപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓ പ്രിയമുള്ളവരെ, വീട്ടിൽ നിന്നിറങ്ങുമ്പോ മരിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ ഇറങ്ങിപ്പോയത്? എത്രയോ ആളുകളെ മയ്യത്തല്ലേ വീട്ടിലേക്ക് കയറി വന്നത്. ചിന്തിക്കാനായില്ലേ നമുക്ക്? മടക്കയാത്രയെ പറ്റി ആലോചിക്കാനായില്ലേ നമുക്ക്? ചിന്തിച്ചു നോക്കൂ പ്രിയമുള്ളവരെ. നല്ല നല്ല ചെറുപ്പക്കാര്, ഞാൻ കഴിഞ്ഞയാഴ്ച വായിച്ചതോർക്കുന്നു. ഈ പ്രദേശത്ത് നടന്ന ഒരു ദുരന്തം എന്റെ മനസ്സിനെ ഇപ്പോഴും അതിന്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. വായിച്ചൊരു റിപ്പോർട്ട്. നല്ല ചെറുപ്പക്കാരായ 2 കുട്ടികൾ, 17 വയസ്സുള്ള +1 പഠിക്കുന്ന നല്ല ചെറുപ്പക്കാരായ കുട്ടികൾ, അവർ ഈ പെരിങ്ങത്തൂരിലെ റോട്ടിൽ വെച്ച് പിടഞ്ഞു മരിക്കുന്ന ഒരവസ്ഥയുണ്ടായില്ലേ പ്രിയമുള്ളവരെ? ആ കുരുന്നു മക്കൾക്ക്, ആ സഹോദരങ്ങൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറിൽ അല്ലാഹു സമാധാനം നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ആ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട വേദനിക്കുന്ന മാതാക്കളില്ലേ, വേദനിക്കുന്ന ഉമ്മമാരില്ലേ, വേദനിക്കുന്ന ഉപ്പമാരില്ലേ, ബന്ധുക്കളില്ലേ, അവർക്കൊക്കെ അല്ലാഹ് നീ മനസ്സമാധാനം കൊടുക്കണേ റബ്ബേ. നഷ്ടപ്പെട്ടതിൽ അല്ലാഹുവിന്റെ വിധിയോർത്തുകൊണ്ട് സഹിക്കാനും ആ സഹനം മുഖേന പരലോകത്തവർക്കതൊരു മുതൽക്കൂട്ടായി മാറാനും അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. പക്ഷേ സഹോദരന്മാരെ, പോകേണ്ടവർ ഈ ദുന്യാവിൽ നിന്ന് പോയി, നേരത്തെ പോയി.
നമ്മളും പോകാൻ നിൽക്കുന്നു. പോയവരെ കുറിച്ച് ജീവിച്ചിരിക്കുന്നവർക്കൊരു പാഠമില്ലേ? ആ സഹോദരങ്ങൾ പോയതുപോലെ നമുക്കും പോകണ്ടേ നമ്മുടെ ഖബറിലേക്ക്? നമുക്കും പോകണ്ടേ ആ ഒരു ലോകത്തേക്ക്? നമുക്കും പോകേണ്ടതില്ലേ റബ്ബിന്റെ കോടതിയിലേക്ക്? ഓ പ്രിയമുള്ളവരെ, ആ പ്രായത്തിലുള്ള മക്കളോടടക്കം ഞാൻ സൂചിപ്പിക്കുന്നു, അല്ലാത്തവരോടും സൂചിപ്പിക്കുകയാണ്, എന്നോടും സൂചിപ്പിക്കുന്ന മുഴുവൻ ആളുകളോടും സൂചിപ്പിക്കുന്നു. എവിടെ വെച്ച് എങ്ങനെ മരിക്കും എന്ന ഒരു പിടിപാടും ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ജീവനാണ് നമ്മുടേത്. എവിടെ വെച്ച് ഏത് സമയത്ത് മരിക്കും, എവിടെ വെച്ച് മലക്കുൽ മൗത്ത് നമ്മുടെ റൂഹിനെ പിടികൂടും എന്ന് അറിയാത്തവരാണല്ലോ നമ്മൾ. ഒരാൾക്കും അതറിയില്ല. എവിടെയാണ് തീരുമാനിക്കപ്പെട്ടതെങ്കിൽ ആ പ്രദേശത്തേക്ക് വിസ എടുത്തുകൊണ്ടാണെങ്കിലും ടിക്കറ്റ് എടുത്തുകൊണ്ടാണെങ്കിലും നമ്മൾ പോയിരിക്കും. പക്ഷേ എവിടെ വെച്ച് മരിക്കുന്നു എന്നതല്ല പ്രശ്നം, എങ്ങനെ മരിക്കുന്നു എന്നതാണ് പ്രശ്നം. അതല്ലേ വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെട്ടത്? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, ഓ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ. ഹഖ്ക തുഖാതിഹി, അവനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ സൂക്ഷിക്കണം. വലാ തമൂതുന്ന, നിങ്ങൾ മരിച്ചു പോകല്ല. ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുതേ. എവിടെ വെച്ച് മരിക്കുന്നു എന്നതല്ല, ഏത് രാജ്യത്ത് എന്റെയും നിങ്ങളുടെയും ഖബറൊരുങ്ങുന്നു എന്നതല്ല. നാം മരിക്കുന്ന നിമിഷം, നമ്മൾ ചെന്ന് കിടക്കുന്ന ഖബറിൽ ചെന്ന് കിടക്കുന്ന ആ നിമിഷം മുതൽ നമുക്കവിടെ സമാധാനം വേണം, നമുക്കവിടെ രക്ഷ വേണം, നമുക്കവിടെ സുഖം വേണം, നമുക്കവിടെ സന്തോഷം വേണം. അതിനെന്താ മാർഗം? അത് ചിന്തിച്ചുകൊണ്ടേ നടക്കണം എന്നാണ് അല്ലാഹു തആല പറയുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചു, നിങ്ങൾ എപ്പോഴും മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഇങ്ങനെ അധികരിപ്പിക്കണം. മടങ്ങിപ്പോകാനുള്ള ലോകത്തെ കുറിച്ചുള്ള ചിന്ത അധികരിപ്പിക്കണം. കാരണം എന്തെന്നല്ലേ, മരണത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ ചിന്ത നമ്മുടെ മനസ്സിൽ ഇല്ലാതെ പോയാൽ കളി നമുക്ക് കൂടുകയാണ്, ലഹരിയിലേക്ക് പോവുകയാണ്. സമാധാനം കിട്ടാൻ വേണ്ടി കഞ്ചാവിന്റെയും ലഹരിയുടെയും മയക്കുമരുന്നുകളുടെയും ലോകത്തേക്ക് നമ്മുടെ ചെറുപ്പക്കാർ നീങ്ങുകയാണ്. പ്രൈമറി തലത്തിലുള്ള കുട്ടികൾ മുതൽ സെക്കൻഡറി തലത്തിലുള്ള കുട്ടികളും അവിടുന്ന് അങ്ങോട്ട് വളർന്നു ചെന്നിട്ടുള്ള കോളേജുകളിൽ ക്യാമ്പസുകളിലുമൊക്കെ കഞ്ചാവിന്റെ പുകച്ചുരുളുകൾ ഉയരാത്ത ക്യാമ്പസുകൾ കുറവാണ്. മയക്കുമരുന്നിന്റെ സൂചികൾ കൊണ്ട് നടക്കുന്ന എത്രയോ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമില്ലേ? മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലില്ലേ? അതിന്റെ വിൽപ്പനക്കാരില്ലേ? വിൽപ്പനക്കാരികളില്ലേ? ഉമ്മമാരെ ഞെട്ടിക്കാറില്ലേ പത്രങ്ങളിലെ ചില വാർത്തകൾ? കഞ്ചാവിന്റെ കരിയർമാരായി, കഞ്ചാവിന്റെ വിൽപ്പനക്കാരായി ഇവിടുത്തെ നിയമപാലകന്മാർ, ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പലരെയും അറസ്റ്റ് ചെയ്യുമ്പോ, പിടികൂടുമ്പോ, ആ പിടികൂടുന്ന വിൽപ്പനക്കാരികളിൽ ഈ ഖൈറു ഉമ്മത്തിന്റെ അഥവാ ഉത്തമ സമുദായത്തിൽപ്പെട്ട ഫാത്തിമമാരില്ലേ? ഖൈറുന്നിസമാരില്ലേ? ആയിഷമാരില്ലേ? മുസ്ലിം പേരുള്ള, മാപ്പിള പേരുള്ള പെണ്ണുങ്ങൾ വരെ ഈ രൂപത്തിലുള്ള ലഹരിയുടെ വിൽപ്പനക്കാരികളായി, അതിന്റെ കരിയർമാരായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിടിക്കപ്പെടുമ്പോ എന്തേ ഈ സമുദായത്തിന് സംഭവിച്ചത്? ഇത്രത്തോളം ഉത്ബോധനങ്ങൾ നടക്കുന്ന ഒരു സമുദായം വേറെയുണ്ടോ? ഇത്രത്തോളം പ്രസംഗങ്ങൾ കേൾക്കുന്ന ഒരു സമുദായം വേറെയുണ്ടോ? ഇത്രത്തോളം വഅദ് പരമ്പരകളും പ്രഭാഷണങ്ങളും സെമിനാറുകളും സിംപോസിയങ്ങളും നടത്തപ്പെടുന്ന ഒരു സമുദായം വേറെയുണ്ടോ? എന്നിട്ടും എന്തേ ന്യൂനാൽ ന്യൂനപക്ഷമാണെന്നറിയപ്പെടുന്ന ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിമീങ്ങളിൽ തിന്മയുടെ കാര്യത്തിൽ അവർ ഭൂരിപക്ഷം തന്നെയാണല്ലോ. ഏത് തിന്മയിലായി മുസ്ലിം പേരുള്ളവരില്ലാത്തത്? ഏത് മോശത്തരങ്ങളിലാണ് അവർ പിടിക്കപ്പെടാത്തത്? വ്യഭിചാരികളുടെ കൂട്ടത്തിൽ, കൂട്ടിക്കൊടുപ്പുകാരുടെ കൂട്ടത്തിൽ, അതേ മോശപ്പെട്ട പല കാര്യങ്ങളിലും, അതുപോലെയുള്ള പല രംഗങ്ങളിലും, ബലാത്സംഗങ്ങളിലും, വ്യഭിചാരത്തിലും, കവർച്ചയിലും, കൊലപാതകത്തിലും പല രംഗത്തുമൊക്കെ മുസ്ലിം പേരുള്ളവരുടെ എണ്ണം അതിങ്ങനെ മെജോറിറ്റിയായി ഉയർന്നു പോകുമ്പോൾ, സഹോദര, എന്തേ പരിഹാരം? ആരും ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല. ഈ സമുദായത്തിലെ മെമ്പർമാരൊന്ന് സ്വന്തത്തോട് ചോദിക്ക്, എനിക്കെന്റെ റബ്ബിൽ അടിയുറച്ച വിശ്വാസമുണ്ടോ? എനിക്കും മരിച്ചു പോകണം, പരലോകത്തെനിക്ക് എത്തിച്ചേരണം, എനിക്കെന്റെ ഖബറുണ്ട്. ആ ബോധം നമ്മുടെ മനസ്സിലുണ്ടോ? ആ ചിന്തയില്ലാത്തതാണ്
ഈ തെമ്മാടിത്തങ്ങളിലേക്കൊക്കെ പോകാൻ കാരണം അത് കേട്ടിട്ടില്ല ശരിക്ക്. അതവരുടെ മനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന നിലക്ക് അവരെ കേൾപ്പിക്കപ്പെട്ടിട്ടില്ല. ആ ബോധം അവരുടെ മനസ്സിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾക്ക് മടക്കയാത്രയെ കുറിച്ചുള്ള ബോധമുണ്ടാകാൻ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് മുമ്പേ മടങ്ങിപ്പോയ ആളുകൾ ഉണ്ടാവില്ലേ നിങ്ങളുടെ നാടിന്റെ ചുറ്റും, നിങ്ങളുടെ വീടുകൾക്ക് ചുറ്റുമില്ലേ, നിങ്ങളുടെ മഹല്ലുകളിലില്ലേ? നിങ്ങൾക്ക് മുമ്പേ നിങ്ങളോട് യാത്ര ചോദിക്കാതെ മടങ്ങിപ്പോയ ആയിരക്കണക്കിന് ആളുകൾ മറമാടപ്പെട്ടിട്ടുള്ള ഖബർസ്ഥാനുകളില്ലേ? ഇസ്ലാം പറയുകയാണ്, അവിടെ ഒന്ന് ഇടയ്ക്ക് പോയി കാണ്, ഇടയ്ക്ക് ആ ഖബർസ്ഥാനുകളിലേക്കൊന്ന് പോകൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കൂ. ആ ഖബറുകൾ പോയി കാണുമ്പോ നിങ്ങൾക്കൊന്ന് എനിക്കും മടങ്ങിപ്പോകണം എന്ന ബോധമുണ്ടാകും, എനിക്കും മരിക്കണം എന്ന ചിന്തയുണ്ടാകും. ഞാനും ഈ കുറ്റിക്കാട്ടിൽ മുൾച്ചെടികൾക്ക്, കള്ളിമുൾച്ചെടികൾക്കിടയിലതാ ഏകാന്തനായി കിടക്കുകയാണ് നേതാവ്, രാഷ്ട്രീയ നേതാവ്, രാജ്യത്തിന്റെ ഭരണാധികാരി. ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, കുട്ടികളുണ്ട്, പ്രായപൂർത്തിയായവരുണ്ട്, ആവാത്തവരുണ്ട്, പണക്കാരുണ്ട്, പണിക്കാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, പാമരന്മാരുണ്ട്, ബന്ധുക്കളുണ്ട്, അല്ലാത്തവരുണ്ട്, സ്നേഹിതന്മാരുണ്ട്, അല്ലാത്തവരുണ്ട്. അവരൊക്കെ കിടക്കുന്ന ആ ശ്മശാനത്തിൽ അഥവാ ഖബർസ്ഥാനിൽ ഇടക്കൊന്ന് പോയിട്ട് അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വഇന്നാ ഇൻഷാ അല്ലാഹ് ബികും ലലാഹിഖൂൻ. അവർക്ക് വേണ്ടി റബ്ബിനോട് രക്ഷയെ ചോദിച്ചുകൊണ്ട്, അവർക്ക് വേണ്ടി റബ്ബിനോട് കാവലിനെ ചോദിച്ചുകൊണ്ട് തന്നെ പഠിപ്പിക്കുകയാണ്, ഇൻഷാ അല്ലാഹ്, അല്ല ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞാനും തന്നെ നിങ്ങളുടെ കൂടെ വന്ന് ചേരേണ്ടവൻ തന്നെയാണ്. കണ്ടോ, എനിക്ക് മടങ്ങിപ്പോകണം, ഇവിടെ വന്ന് കിടക്കണം എന്ന ചിന്തയുണ്ടാകാൻ പൊയ്ക്കോ, ഖബർസ്ഥാനിലേക്ക് പൊയ്ക്കോ, അതൊന്ന് പോയി കണ്ടോളൂ. ഹോസ്പിറ്റലുകളിലേക്ക് പോയി നോക്കൂ, റബ്ബ് ചെയ്ത നിഅമത്തൊന്ന് കാണൂ. ICUവിൽ കിടക്കുന്ന എത്രയോ ഉമ്മമാര്, സഹോദരീ സഹോദരന്മാര്. അതുപോലെ തന്നെ അതാ കിഡ്നി പേഷ്യൻസ് ആയിക്കൊണ്ട് കിഡ്നിയൊക്കെ നശിച്ചു പോയിട്ട് രോഗത്തിന്റെ പല രൂപത്തിലുള്ള പ്രയാസങ്ങളിൽ, പീഡകളിൽ പെട്ടുപോയിട്ടുള്ള എത്രയോ ആളുകൾ. അവരതാ ഡയാലിസിസ് മെഷീന്റെ മുമ്പിൽ കിടക്കുകയാണ്. അതുപോലെ തന്നെ ക്യാൻസർ രോഗികൾ, ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവർ, ബുദ്ധിമുട്ടുന്നവർ നമ്മൾ പോയി കാണാറുണ്ടോ? നമ്മുടെ മക്കളെയും കൂട്ടി ഒന്ന് ഖബർസ്ഥാനിലേക്ക് പോയോ? പറഞ്ഞു കൊടുക്ക്, മക്കളോട് കാണിച്ചു കൊടുത്തിട്ട് പറയൂ, മോനെ മോളെ, നമ്മുടെ നാട്ടിലതാ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു, ഉപ്പാക്ക് പരിചയമുള്ള പലരും ഇന്ന് പോയി, ഉമ്മാക്ക് പരിചയമുള്ള പലരും ഇന്ന് ഇവിടെയാ കിടക്കുന്നത്. അവരൊക്കെ പോയ ലോകത്തേക്ക് നമുക്കും പോകണ്ടേ മക്കളെ? മക്കളെയും കൂട്ടിയിട്ട് ഇടക്കിടക്ക മരണബോധമൊന്നുണ്ടാക്കിയാൽ, പരലോക ചിന്തയൊന്നുണ്ടാക്കിയാൽ ആ മടക്കയാത്രയെ കുറിച്ചുള്ള സ്മരണ നിങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുമെന്നല്ലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പക്ഷേ ആ ഒരു പാവനമായ ലക്ഷ്യത്തോടുകൂടി ഇസ്ലാം മടക്കയാത്ര പഠിപ്പിക്കാൻ വേണ്ടി അതിനെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാതെ നിലനിൽക്കാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ള ആ ഒരു കാര്യം പോലും ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിപ്പോയി. പലരും ഇന്ന് ഖബർസ്ഥാനുകളിലേക്ക് പോകുന്നത്, പലരും ഇന്ന് മഖ്ബറകൾ കയറിയിറങ്ങുന്നത് ഖബർ സിയാറത്ത് എന്ന പേരിട്ടുകൊണ്ട് അവരെ വിളിച്ചു പ്രാർത്ഥിക്കാനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിൽ ചെന്നുകൊണ്ട് എന്താണ് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ അതല്ല അവര് ചെയ്യുന്നത്, അവര് നേരെ വിപരീതമാണ് ചെയ്യുന്നത്. പലപ്പോഴും ഒരു മുസ്ലിമിന്റെ ഖബർ ഭൂമിയുടെ സമനിരപ്പിൽ എന്ന ഒരു ചാണിലപ്പുറം ഉയർത്തുന്നത് ഹറാമാണെന്നാണ് ഇസ്ലാമിന്റെ നിയമമെങ്കിൽ, ഖബറുകളോടുള്ള ബഹുമാനം എന്ന പേരിട്ടുകൊണ്ട് മഹാത്മാക്കളായ ആളുകളുടേതെന്ന് പേര് പറഞ്ഞ്, ഔലിയയാണ്, തങ്ങളാണ്, ബീവിയാണെന്ന പേര് പറഞ്ഞുകൊണ്ട് അതേ ഖബറതാ ഭൂമിയിൽ എന്ന ഒരു ചാണിലപ്പുറം ഉയർത്തുന്നു, കെട്ടിപ്പടുക്കുന്നു, പെയിന്റ് അടിക്കുന്നു, മാർബിൾ പതിക്കുന്നു, പച്ചത്തുണി കൊണ്ട്, കസവ് തട്ടം കൊണ്ട് മൂടുന്നു, അതിനെ മുത്തുന്നു, അതിനെ ചുംബിക്കുന്നു, അതിന്മേൽ കയ്യും ശരീരവും വെച്ചുകൊണ്ട് തടവുന്നു, അതിന്റെ ചുറ്റുമിങ്ങനെ യാസീനോദി, ഫാത്തിഹയോദി പലതും പിറുപിറുത്തുകൊണ്ട് ചുറ്റുന്നു, വലം വെക്കുന്നു. അവിടെ ബഹുമാനാർത്ഥം വിളക്ക് കത്തിക്കുന്നു, നേർച്ചപ്പെട്ടിയിൽ പണമിടുന്നു ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടി. അവർക്ക് വേണ്ടി റബ്ബിനോട് ചോദിക്കാൻ പഠിപ്പിക്കപ്പെട്ട ഈ ഉമ്മത്തിന്റെ ആളുകൾ
ആ പേരിൽ മഖ്ബറയിൽ ദർഗയിൽ പോയിട്ട് അവരോട് തന്നെ ചോദിക്കുന്നു, അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഖബർസ്ഥാനിൽ കുറ്റിച്ചെടികൾക്കിടയിൽ മറഞ്ഞു കിടക്കുന്ന എന്നോ അതേ മണ്ണായി കൊണ്ട് കിടക്കുന്ന ആ ഖബറുകൾ കാണുമ്പോഴുള്ള പാരത്രികമായ ബോധം, ഐഹിക ജീവിതത്തോടുള്ള വിരക്തി ഈ മണിയറക്ക് സമാനമായി അലങ്കരിച്ചിട്ടുള്ള ദർഗക്കകത്തേക്ക് നോക്കിയാൽ കിട്ടുമോ? പണത്തിന്റെ എല്ലാ രൂപത്തിലുള്ള അരങ്ങുകളല്ലേ ദർഗകളിൽ കാണുന്നത്. വൈദ്യുതി ലൈറ്റുകൾ മിന്നിത്തിളങ്ങുന്ന മക്ബറകൾ, അതുപോലെ തന്നെ അലങ്കാര തൂക്കുവിളക്കുകൾ കൊണ്ട് പ്രകാശിക്കുന്ന ദർഗകൾ, മഖാമുകൾ. അവിടെ ചെന്ന പരലോകബോധമാണോ ഉണ്ടാകുന്നത്? അതേ അവസരത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് ഇടപെട്ട എത്രയോ ഖബറുകൾ, അവിടുന്ന് തന്നെ നേതൃത്വം നൽകിയിട്ടുള്ള എത്രയോ സഹാബിമാരുടെ ഖബറുകൾ, അതൊന്നും കെട്ടിപ്പടുത്തിട്ടുണ്ടായിരുന്നില്ല, കുമ്മായമിട്ടിട്ടുണ്ടായിരുന്നില്ല, അലങ്കാരത്തിന്റെ വിളക്കുകൾ അവിടെ കത്തിച്ചിട്ടില്ല, അതിന്മേൽ തൊട്ടിട്ടില്ല, ചുംബനം നടത്തിയിട്ടില്ല, അവിടെ വിളക്ക് കൊളുത്തിയിട്ടില്ല, അവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടില്ല. അതിന്റെ മുമ്പിൽ സുജൂദിന്റെ രൂപത്തിലായി ശരീരം വെക്കുകയോ നെറ്റിവെക്കുകയോ ഒരിക്കലും അവരാരും ചെയ്തിട്ടില്ല. മറിച്ചതൊക്കെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവസാന കാലഘട്ടത്തിൽ പോലും അവിടുന്ന് ഈ ഉമ്മത്തിനോട് വിലക്കിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ ശാപമാണ് ഉണ്ടാകുന്നത്. യഹൂദി നസറാനികൾക്കത് കിട്ടാൻ കാരണം അവരവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റിയതാണ്. അതുകൊണ്ട് ഖബറിന്റെ പേരിൽ, ഖബറിനെ ബഹുമാനിക്കുക എന്ന പേരിൽ ഒരു ചാണിലപ്പുറം അത് കെട്ടി ഉയർത്തുന്നതും അതിന്മേൽ മാർബിൾ പതിക്കുന്നതും അവിടെ മെഴുകുതിരിയോ മറ്റേതെങ്കിലും രൂപത്തിലുള്ള തിരിയോ വിളക്കുകളോ കത്തിക്കുന്നതും അവിടെ പുഷ്പാർച്ചന നടത്തുന്നതും അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതും അത് തൊട്ട് വണങ്ങുന്നതുമൊക്കെ തനിച്ച ജൂദായിസം തന്നെ, നസറാണിസം തന്നെ. മുസ്ലിമീങ്ങൾക്കതൊരിക്കലും പാടില്ലാത്തതാണ്.